ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 5 വചനം ഇപ്രകാരം പറയുകയാണ്: കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തിയായി മാറുകയും ചെയ്തിരിക്കുന്നു. പ്രവാചകനിലൂടെ കർത്താവ് നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്, നമ്മുടെ ജീവിതത്തെ ആദരിക്കുന്ന, നമുക്ക് ശക്തിയായി മാറുന്നൊരു ദൈവത്തെക്കുറിച്ച്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയവികാരങ്ങളും നെടുവീർപ്പുകളും സമർപ്പിക്കുമ്പോൾ ഹൃദയവികാരങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ശക്തിയായി, ബലമായി മാറും. ജീവിതത്തിൽ പലപ്പോഴും ബലം നഷ്ടപ്പെട്ടു പോകുന്നവരാണ് നമ്മൾ. എവിടെയാണ് നമുക്കൊരു ശക്തി ലഭിക്കുന്നതെന്നാൽ അന്വേഷിച്ച് അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മൈൻഡോടുകൂടി യാത്ര ചെയ്യുന്ന ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദാനം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മളായിരിക്കുന്ന വിധം നമ്മളെ അക്സെപ്റ്റ് ചെയ്യാത്ത, ബഹുമാനങ്ങൾ തരാത്ത നമ്മുടെ ചുറ്റുപാടുകൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഞാൻ നിന്നെ ആദരിക്കും, ഞാൻ നിനക്ക് ശക്തിയായി മാറും. നല്ല തമ്പുരാൻ നമ്മുടെ ജീവിതത്തോട് ഇത്രത്തോളം അടുത്ത് നിൽക്കുമ്പോൾ ജീവിതത്തിൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും തിരുസന്നിധാനത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കരുണയുടെ കവാടത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു തരുവാനും അങ്ങാകുന്ന ശക്തിയിൽ ബലം പ്രാപിക്കാനും ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം.